അങ്ങനെ നമ്മുടെ KSEB കണ്ണൂർ മേലേച്ചെവിയിൽ സ്ഥാപിച്ചൊരു ചാർജിങ് സ്റ്റേഷനാണിത്. ഇപ്പോൾ ഇത് നോക്കിയാൽ അറിയാം, ചിലന്തി വലയൊക്കെ പിടിച്ചു, വർഷങ്ങളായി ഇത് ഉപയോഗശൂന്യമായിട്ട്. ഇത് നോക്കുകയാണെങ്കിൽ പൊടിയൊക്കെ പിടിച്ച് കിടക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ ചാർജിങ് സ്റ്റേഷൻ്റെ അവസ്ഥ. ലക്ഷങ്ങൾ മുടക്കി സ്ഥാപിച്ച ഉപകരണങ്ങൾ, പക്ഷേ നിലവിലെ ഇലക്ട്രിക് കാറുകൾക്ക് ഉപയോഗിക്കാൻ സാധിക്കാത്തവ. 3 എണ്ണത്തിൽ നിലവിൽ ഉപയോഗിക്കാനാവുക ഒന്നു മാത്രം. കണ്ണൂർ നഗരത്തോട് ചേർന്നുള്ള പഠനക്കാടും ഉപയോഗശൂന്യമായി കിടക്കുന്നു ചാർജിംഗ് സ്റ്റേഷൻ. KSEBക്ക് കേരളത്തിൽ 63 വേഗ ചാർജിംഗ് സ്റ്റേഷനുകളുണ്ട്. ഇവയിൽ ഭൂരിഭാഗവും ഇത് തന്നെയാണ് അവസ്ഥ. അപ്പോൾ ഇതാണ് കണ്ണൂർ നഗരത്തിലെ 2ാമത്തെ ചാർജിംഗ് സ്റ്റേഷൻ. പഠനപ്പാലത്താണുള്ളത്. ഇതിൽ 3 എണ്ണം വർക്ക് ചെയ്യില്ല, അങ്ങേയറ്റത്തെ ഒരെണ്ണം മാത്രമാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് അധികം ആരും എത്താറുമില്ല. മറ്റു സ്വകാര്യ മെഷീനുകളെക്കാൾ KSEBയുടെ സ്റ്റേഷനുകളിൽ ചാർജിംഗ് നിരക്ക് കുറവാണ്. യാത്രക്കാർക്ക് ഗുണവും ഇതുതന്നെ. എന്നാൽ എല്ലാ മെഷീനുകളും പുതിയ CCS സംവിധാനത്തിലേക്ക് മാറ്റിയാലേ കാര്യമുള്ളൂ. ദീർഘദൂര ഓട്ടത്തിനിടയിൽ വണ്ടി ഓഫ് ആകാതിരിക്കാൻ കൂടുതൽ പേരും ഇപ്പോൾ സ്വകാര്യ സ്റ്റേഷനുകളെയാണ് ആശ്രയിക്കുന്നത്. വഴിനീളെ ചാർജിംഗ് സ്റ്റേഷൻ സ്ഥാപിച്ചതുകൊണ്ടായില്ല, ജനങ്ങൾക്ക് ഉപകാരപ്പെടണം. ആർക്കും ഗുണമില്ലാത്തത് എങ്ങനെ സർക്കാരിന് അഭിമാന പദ്ധതിയാകും? കണ്ണൂരിൽ നിന്നും ഷാജു ചന്ദ്രപുരയ്ക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.